ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബാലി സീരീസിന്റെ 3rd എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ബാലിയിലെ നമ്മുടെ 3ാമത്തെ ദിവസമാണ്. ഇതാണ് നമ്മൾ ബാലിയിലെ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ച ഹോട്ടൽ സിയസ്റ്റ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബുഫേ ആണ് കേട്ടോ. ഇന്തോനേഷ്യനും അതുപോലെ തന്നെ അമേരിക്കനും ഉണ്ട്. അപ്പൊ എല്ലാരും ഇവിടെ ഫാസ്റ്റ് എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. തത്തച്ഛനും തത്തച്ചിയും മണിയമ്മൂമ്മയും ശശികൊച്ചും എല്ലാരും നിപ്പുണ്ട്. ശിവാനു ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ശിവാനുവിനോട് ചോദിക്കാം ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന്. ശിവാനു, ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഉണ്ട്, കോഴിമുട്ടയുണ്ട്, നൂഡിൽസ് ഉണ്ട്. അടിപൊളി. എല്ലാരും ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇവിടെ പലതരത്തിലുള്ള സലാഡ്സും വെറൈറ്റി സോസുകളും ഒക്കെ ഉണ്ട്. തത്തച്ഛ, എങ്ങനെയുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? തത്തച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിട്ട് പറഞ്ഞിരിക്കുവാണ് കേട്ടോ ഫ്രണ്ട്സ്. അടിപൊളിയാണ്, ഏത് വേണമെങ്കിലും എടുക്കാം. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, പലതരം വിഭവങ്ങൾ. അടിപൊളി. അപ്പം നമ്മൾ ബാലിയിലെ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിലെ സിയസ്റ്റ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ 3 ദിവസവും താമസിച്ചത്. ഇതൊരു നല്ല ഹോട്ടലാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാ ദിവസത്തെ അടിപൊളിയായിരുന്നു. ഇവിടെ രാവിലെ മോർണിംഗിൽ നമുക്ക് ടീ, കോഫി, ഫ്രഷ് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, കുറേ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു പൂളുണ്ട്. ഇവിടെ കിഡ്സ് പൂളുണ്ട്, അവിടെ അഡൾട്ട് സ്കൂളുണ്ട്. എന്നിട്ട് അതിന് തൊട്ട് ഇവിടെ ആയിട്ട് ഒരു റെസ്റ്റിംഗ് ചെയർ, പിന്നെ പ്ലേ ഗ്രൗണ്ട്, ഒരു സ്ലൈഡ്സ് ഒക്കെ പോലെ ഒരു സംഭവം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി മെമ്പേഴ്സ് ശിവാനുവിനൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ. അപ്പോൾ സ്ലൈഡ്സും പിന്നെ റെസ്റ്റിംഗ് ഏരിയ എല്ലാം ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. സീരീസിന്റെ 3rd ഡേ ആണ്. നമ്മുടെ ടീം എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശിവാനിക്കുട്ടനും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൈഡ് ഇവിടെ റെഡിയാണ്. എല്ലാരും വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണേ. റെഡിയല്ലേ? ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബാലിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. ഫ്രണ്ട്സ്, ഇവിടെ ബൈക്കുകൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. നമ്മൾ എവിടെ നോക്കിയാലും ബൈക്കാണ്. കാരണം ടൂറിസ്റ്റുകൾ കുറേ ഇവിടെ വരുന്നോണ്ട് അവരെല്ലാം ഈ ബൈക്ക് റെന്റ് എടുത്തിട്ട് അതിലാണ് സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് റോഡിലൊക്കെ ഫുൾ ബൈക്കേഴ്സ് ആണുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ബാലിയിലെ മെയിൻ ആയിട്ടുള്ള തനാലോ ടെമ്പിൾ, ഉള്ളൻതാനു ടെമ്പിൾ ആൻഡ് ഹണ്ടാര ഗേറ്റ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ 3 ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാൻ പോകുന്നത്. ആദ്യം എന്താ കാണാൻ പോകുന്നത്? തനാലോ ടെമ്പിൾ, ഉള്ളൻതാനു ടെമ്പിൾ കാണാൻ പോണേ. ഹണ്ടാര ഗേറ്റ്. ഗായ്സ്, നമ്മൾ തെനാലോ ടെമ്പിൾ കാണാൻ പോവുകയാണ്. ഷോപ്പാണ് കേട്ടോ, 2 സൈഡിലും ഭയങ്കര ഷോപ്പിംഗ് ഏരിയ. കടകളുണ്ട്. ഇഷ്ടം പോലെ ഷർട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തനാലോട്ട് കാണാൻ പോകുമ്പോഴത്തേക്കും
അകത്തേക്കുള്ള ഒരു മെയിൻ ഗേറ്റ് ആണ് കേട്ടോ ഇത്. ഓ ഇത് കണ്ടോ ഫ്രണ്ട്സ്, എന്തൊരു വ്യൂ ആന്ന് നോക്കിക്കേ. കടലിന് നടുക്കായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ അമ്പലം ഉള്ളത്. ദേ ഇത് കണ്ട ബ്രോക്കൺ ബീച്ച് നമ്മൾ പോയില്ലായിരുന്നു, അതുപോലെ തന്നെയുണ്ട് കേട്ടോ. അവിടെ ഒരു അമ്പലം ഉണ്ട്, അത് വേറെ ഒരു ടെമ്പിൾ ആണ്, തനാലോ ടെമ്പിൾ അതല്ല. നമ്മൾ തനാലോ ടെമ്പിളിന്റെ അടുത്തോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ ഒരാൾ ഒരു യെല്ലോ പൈത്തണയും വെച്ചോണ്ടിരിക്കുന്നത്. ദേ ഫ്രണ്ട്സ്, അതാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന തനാലോ ടെമ്പിള്. ഈ അമ്പലം കടലിലോട്ട് ഒരുപാട് ഇറങ്ങിയാണ് സ്ഥിതി ചെയ്യുന്നത്. ദേ നമുക്ക് ടെമ്പിളിന്റെ അടുത്തോട്ട് പോകാനായിട്ട് കുറച്ച് നടക്കാനുണ്ട് ഇവിടുന്ന്. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ്. എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും, നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ഒരു പ്ലാസ്റ്റിക് പേപ്പേഴ്സോ അല്ല എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. കടലിലോട്ട് ഒരുപാട് ഇറങ്ങിയാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇത് ബാലിയിലെ ഒരു മെയിൻ ഐക്കോണിക് ടെമ്പിൾ ആണ്. അതുപോലെ തന്നെ ബാലിയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടും ആണ്. ബാലി വരുന്ന ഒരാളും ഇത് മിസ് ചെയ്യത്തില്ല. ദേ ഇവിടെ ഒരു വാർണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്, ഹൈ ടൈഡിനുള്ള ഒരു വാർണിംഗ് ബോർഡാണ് കേട്ടോ ഇത്. എന്ത് രസാണല്ലേ ഈ അമ്പലം കാണാനായിട്ട്. ശരിക്കും കടലിന്റെ നടുക്കായിട്ടൊരു ക്ഷേത്രം. ഫ്രണ്ട്സ്, ഇത് തനാലോ ടെമ്പിൾ ആണ്. ഇവിടെ ഹോളി സ്പ്രിംഗ് വാട്ടർ ഉണ്ട്. ഇവിടെ നമ്മൾ ദക്ഷിണയായിട്ട് എന്തെങ്കിലും കൊടുക്കണം, ഓഫറിങ്സ് വെക്കാം. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അതെ ഇവിടെ ടൈൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. മുകളിലോട്ട് പോകണം. അവിടെ ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ തൊഴാൻ വരുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഐറ്റി എന്ന് പറഞ്ഞാൽ ലോർഡ് വരുണയാണ് കേട്ടോ, ജലത്തിന്റെ ദേവൻ വരുണദേവൻ. ഈ അമ്പലത്തിന്റെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്സ് ആണത്. പക്ഷെ ടൂറിസ്റ്റിനൊന്നും അങ്ങോട്ട് പോകാനായിട്ട് അലൗഡ് അല്ല. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ആ ഹോളി സ്പ്രിംഗ് അല്ലെങ്കിൽ ഹോളി വാട്ടർ. ഇപ്പൊ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. നമ്മൾ വന്നതിനേക്കാൾ വെള്ളം നന്നായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ പാറകളിലൊക്കെ ചവിട്ടിയാണ് വന്നത്. പക്ഷെ ഇപ്പൊ വെള്ളം കൂടിയോണ്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇത്തിരി പാടായിരിക്കും. കാരണം പാറകൾ ഫുള്ള് വെള്ളം കവിഞ്ഞൊഴുകുവാണ് അവിടെ കൂടെ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് കേവ് പോലെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന്റെ ഇവിടെ ആയിട്ട്. ഇവിടെ ഒരാൾക്കൊക്കെ ചിലപ്പോൾ നടന്നു പോകാൻ പറ്റുമായിരിക്കും. ഇത്തിരി ദൂരമുള്ള ഒരു കേവ് പോലെയാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ തനാലോ ടെമ്പിൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയകളാണ്. അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ബാലിന്ന് എഴുതിയ കുറേ തൂക്കിയിടാനുള്ള സംഭവങ്ങളും. പക്ഷെ ഇവർ ഭയങ്കര റേറ്റ് ആയിരിക്കും പറയുന്നത്, അതുകൊണ്ട് നമ്മളത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കണം. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ലുവാ കോഫി ഒക്കെ ഇവിടെ കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലുവാ കോഫി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള കോഫിയാണ്.
അപ്പം നമ്മൾ ലുവ കോഫിയിലെ കുറിച്ച് തന്നെ വേറെ ഒരു വീഡിയോയിൽ ഇപ്പോൾ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നമ്മൾ കോഫി പ്ലാന്റേഷൻ ഏരിയയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ലുവ കോഫിയുടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു നല്ല റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് തനാലോ ടെമ്പിളിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ കോഫിയൊക്കെ കുറിച്ചിരിക്കാം. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് തനാലോ ടെമ്പിൾ. നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. തത്തച്ചി ഇവിടുന്ന് ഒരു അടിപൊളി മാല വാങ്ങിച്ചിരിക്കുവാണ് കേട്ടോ. തത്തച്ചിയുടെ ഡ്രസ്സിന് കറക്റ്റ് മാച്ച് ആയിട്ടുള്ളതാണ് ഈ മാല. ചേച്ചി ഇത് കിട്ടിക്കൊടുക്കുവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടോ തത്തച്ചി? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാലിന്ന് എഴുതിയ ടീഷർട്ട്സ് വാങ്ങിക്കുവാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിന് 20,000 ആണ്. നമ്മുടെ ഇവിടുത്തെ അറൗണ്ട് ഒരു 150 റുപ്പീസാണ്. അപ്പൊ ശിവാന് കുറേ നേരം ട്രൈ ചെയ്തു കേട്ടോ 10,000 എന്ന് പറയാനായിട്ട്. എന്നിട്ട് അവസാനം അവൻ എങ്ങനെയോ അത് പറഞ്ഞൊപ്പിച്ച്. എല്ലാരും അപ്പൊ ഇവിടെ ഷോപ്പിംഗ് എൻജോയ് ചെയ്ത് നടക്കുവാണ്. ഇവിടെ മൊത്തം പർച്ചേസിങ് ഏരിയാസ് ആണ്. ഇഷ്ടംമാതിരി സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ ക്ലോത്ത് ക്ലിപ്സ്, ബാഗ്സ്, അതുപോലെ ഡ്രസ്സുകൾ, ഇഷ്ടംമാതിരി സംഭവങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ബാഗ്സിൻ്റെയും ഡ്രസ്സിൻ്റെയും കളക്ഷൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ബാലിന്ന് എഴുതിയ കുറേ ഡ്രസ്സുകൾ, പിന്നെ ബാലിന്ന് എഴുതിയ ബാഗുകൾ, പിന്നെ കുറേ സുവനിയേഴ്സ്, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഉള്ളം താനൂർ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ലഞ്ച് പ്ലേസ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ബുഫയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാലിയിലെ ലോക്കൽ ഫുഡ് തന്നെയായിരിക്കും. എന്നിട്ട് ഡിന്നർ ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ ഫുഡ്. അപ്പം ഇവിടെ ട്യൂണ ഫിഷ് കറി ഉണ്ട്, ട്യൂണ ഫ്രൈ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, അതുപോലെ കുറേ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. ഇത് ഗാർഡൻ സലാഡ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഫുഡും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തു കഴിക്കാൻ വേണ്ടി. അപ്പം നിങ്ങളും ഇന്തോനേഷ്യൻ ഫുഡ് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് ബ്ലാക്ക് റൈസ് പോറേജ് ഉണ്ട്, പിന്നെ കോക്കനട്ട് മിൽക്കും ഉണ്ട്. അത് നമ്മൾ കമ്പൈൻ ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ ഉള്ളം താനൂർ ടെമ്പിളാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് നെക്സ്റ്റ് വീഡിയോയിലാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതും കൂടെ ഇതിലിട്ടാൽ ഭയങ്കര ലെങ്തി ആകും. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ഫ്രണ്ട്സ്. നമ്മളിന്ന് പോകുന്ന വഴിക്ക് ശിവാന് കുറച്ച് കഥ പറഞ്ഞേട്ടോ, നമുക്കത് കേൾക്കാം. എന്നിട്ടാണെങ്കിൽ ആ പൗഡർ കൊണ്ട് രക്ഷപ്പെട്ട് എന്നിട്ട് ഇടിച്ച് കളഞ്ഞു.